അത് തന്നെയാ ഞാനും പറഞ്ഞത്. അവിടം വിട്ടാൽ ആദിവാസി കേന്ദ്രം, അല്ലാതെ അവൻ എവിടെ പോവാനാ? അതെ, അവരൊക്കെ അവന്റെ പഴയ ആൾക്കാരാ. ഏയ്, നാട്ടിലേക്ക് വന്നിട്ടില്ല. വന്നാ ഞാൻ അറിയും. ആ, ഞാനും കുറച്ചുപേരെ വിടുന്നുണ്ട്. അവരുടെ കയ്യിൽ കിട്ടിയാൽ ലാഭം സർക്കാർ തന്നെയാ, തൂക്കുകയർ ലാഭം. അതെ. എന്തോ? അരവിന്ദൻ യാതൊരു കാരണവശാലും രക്ഷപ്പെടാൻ പാടില്ല. പോലീസിനെ പറ്റി പേടിക്കണ്ട. എസ് പിക്ക് ഞാൻ ഫോൺ ചെയ്തിട്ടുണ്ട്. അവനെ മലയടിവാരത്തിൽ എവിടെയെങ്കിലും കാണും. ആൾക്കാരെ വേണമെങ്കിൽ ഇനിയും കൂട്ടിക്കോ. ശരി. ചിലവിനെ പറ്റി നിങ്ങൾ ഒട്ടും തന്നെ ഭയപ്പെടണ്ട. എന്ത് ചെലവ് വന്നാലും ഞാനത് ചെയ്യും. അപ്പൊ പറഞ്ഞ പോലെ. ശരി മുതലാളി. എന്നാ ചെല്ല്. അമ്മവാ, ഞാൻ നാളെ പോവും. എന്താ നിനക്ക് എത്ര തിടുക്കം? 2 ദിവസം കഴിഞ്ഞ് പോയാ മതി. സീനിയർ ഡോക്ടേഴ്സ് ഒക്കെ ഇല്ലേ? ഇല്ല, അതാ. 2 പേര് ആനുവൽ ലീവാ. ഒരാള് ഫോറിനിൽ പോയി. അതുമല്ല, കാഷ്വാലിറ്റിയുടെ ചാർജ് ഇപ്പൊ എനിക്കാ. അവിടെയാണേൽ 2-3 ഹൗസ് സർജൻസേ ഉള്ളൂ. പിന്നെ നാളെ ക്ലാസ്സും എടുക്കണം. അമ്മവാ, ആ പോയതൊക്കെ ആരാ? ആ, നീ പത്രത്തിൽ വായിച്ചില്ലേ? അരവിന്ദൻ. അവൻ ജയിലിയാടി. നാട്ടിൽ ഇവിടെ ഉണ്ട്. കണ്ടാൽ കൊന്നുകളഞ്ഞേക്കാൻ ഞാൻ പറഞ്ഞു. ശവൻ ഞാൻ പാർട്ടിക്ക് സംഭാവന ചെയ്യും. വേണമെങ്കിൽ 10,000 രൂപയും കൊടുത്തേക്കാം. രക്തസാക്ഷി ഉണ്ടോ മണിയട്ടെ? ദൈവം ഉണ്ടടി കൊച്ചേ. 5 വർഷം മുമ്പ് ഇതേ ദിവസമാ ഈ മുറ്റത്ത് വെച്ച് അവൻ നിന്റെ അച്ഛനെ കൊന്നത്. ഇന്ന് അവന്റെ ശവം ഞാൻ ഈ മുറ്റത്ത് കിടത്തും. അയ്യാ, 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 മൂപ്പാ! കൃഷ്ണ ഗുരുവായൂരപ്പ. ആത്മാനാം രഥിനം വിദ്ധി ശരീരം രഥമേവച ബുദ്ധിം തു സാരഥിം വിദ്ധി മന പ്രഗ്രഹമേവച. എന്ന് വെച്ചാൽ ശരീരം രഥമാണ്. നമ്മ മാറിയമ്മൻ രഥം താനേ. ആ രഥത്തിലെ സഞ്ചാരിയാണ് ആത്മാവ്. നമ്മ മാറിയമ്മനും അപ്പടിയേ താ. അവരും രഥത്തിൽ താൻ വരുതേ. നീ വാ മൂടി ചുമ്മാരടാ. ഇത് മാരിയമ്മൻ കഥയല്ല, കഠോപനിഷത്തിലെ ശ്ലോകമാണ്. ഓ അപ്പടിയാ. ശരീരമാകുന്ന രഥത്തെ നേർവഴിയിൽ നയിക്കേണ്ട സാരഥിയാണ് സ്വാമി അരവിന്ദൻ സാർ. അരവിന്ദൻ.
ശശി എവിടെ പൊന്നി? இப்ப வருவாங்க. ശശി എവിടെ പൊന്നി? இப்ப வருவாங்க. പോലീസുകാരന്റെ പിന്നാലെ ഉണ്ട്. ഏത് നിമിഷവും അവരിവിടെ വരും. എന്നെ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറ്റണം. பயப்படாதீங்க. எல்லாம் சரியா போயிடும். നമ്മുടെ തോമാച്ചനൊക്കെ ഇപ്പൊ ഒരുപാട് മാറിപ്പോയി പൊന്നി. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവനിപ്പോ പ്രസ്ഥാനം വേണ്ട, എന്നെ വേണ്ട. അഭയം ചോദിച്ചു എന്നപ്പോ ഇറങ്ങിപ്പോവാൻ പറഞ്ഞു. പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞു. തോമാച്ചനെ കുറ്റം പറയാൻ പറ്റില്ല രവിന്ദ. രക്തരൂക്ഷിതമായ ആ വിപ്ലവത്തിന്റെ അന്ത്യത്തിൽ ഫിഡൽ കാസ്ട്രോ ക്യൂബയുടെ ഭരണാധികാരിയായി. എന്നാൽ അധികാരത്തിന്റെ അപ്പകഷ്ണം നുണയാൻ നിൽക്കാതെ ചെഗുവേര തന്റെ തോക്കുമെടുത്ത് മറ്റ് ലാറ്റിൻ അമേരിക്കൻ കാടുകളിലേക്ക് നീങ്ങി. നമുക്കൊരുപാട് തെറ്റുകൾ പറ്റി. തിരുത്താൻ ശ്രമിക്കുകയാണ് ഞാൻ. നമുക്കെന്ന് പറഞ്ഞാ എനിക്ക് തെറ്റ് പറ്റിയല്ലേ? ഒന്നും അറിയാതിരുന്ന എന്നെ ഇങ്ങനെയൊക്കെ ആക്കിയത് നിങ്ങളൊക്കെ കൂടെയാ. ഞാനൊരു അപകടത്തിലായപ്പോ എന്നെ രക്ഷിക്കാനുള്ള ചുമതല നിങ്ങൾക്കില്ലേ? എക്സൈറ്റഡ് ആവാതെ. ഭൗതിക ജീവിതം, അത് നന്നാക്കാനുള്ള ശാസ്ത്രവും പ്രത്യയശാസ്ത്രവും ഒക്കെ മിഥ്യയാണ്, മായ. എനിക്കെല്ലാം മനസ്സിലായത് വളരെ വൈകിയാണ്. താൻ വൈകിട്ടില്ല. അടിസ്ഥാന വർഗത്തെ രക്ഷിക്കാൻ താൻ കൊലപാതകം ചെയ്തിട്ടില്ലല്ലോ. തനിക്ക് തൂക്കുമരം വധിച്ചിട്ടില്ലല്ലോ. എനിക്കിത് രണ്ടുമുണ്ട്. തന്നെ പോലെയുള്ളവരുടെ വാക്ക് വിശ്വസിച്ച് വിപ്ലവം വരുന്നത് കാണാൻ ആയിരക്കണക്കിന് ചെറുപ്പക്കാര് പാതി വഴിയിൽ നിൽക്കുന്നുണ്ട്. ജ്ഞാനോദയം കിട്ടിയല്ലോ. പഠിപ്പിച്ചതൊക്കെ തെറ്റാണെന്ന് അവർക്കൂടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. അല്ലെങ്കിൽ ഞാൻ പറയാം.